നമസ്കാരം. ഈ ലോകത്തെ മുഴുവൻ വിവരങ്ങളും അറിയാവുന്ന എല്ലാം തികഞ്ഞ ഒരു മഹാപണ്ഡിതനുണ്ട്. ആ പണ്ഡിതന്റെ പേര് ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ തൊട്ട് കാണിക്കാം. എന്റെ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അയാൾക്ക് സകലതിനോടും പുച്ഛം. ഈ ലോകത്ത് മറ്റുള്ളവർ കണ്ടുപിടിച്ചിട്ടുള്ള മുഴുവനും തെറ്റ്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസം മുഴുവൻ തെറ്റ്, സകല വേദഗ്രന്ഥങ്ങളും തെറ്റ്. അയാൾ ചോദിച്ചൊരു ചോദ്യം, ഖുർആനിൽ നിന്ന് ഇന്നത്തെ കാലത്ത് ഈ മനുഷ്യകുലത്തിന് ഉപകാരമായിട്ടുള്ള ഏതെങ്കിലും ഒരു വാചകം എടുത്തു തരാൻ പറ്റുമോ? അവിടെ കടന്നിട്ട് വേദങ്ങളുണ്ട്. ഇവിടെ 4 വേദങ്ങൾ, ഹൈന്ദവ വേദഗ്രന്ഥങ്ങളുണ്ട്. അതുപോലെ ഈ ക്രിസ്ത്യാനികളുടെ വേദഗ്രന്ഥമുണ്ട്, യഹൂദന്മാരുടെ വേദഗ്രന്ഥമുണ്ട്. ഇപ്പൊ ഈ വേദഗ്രന്ഥങ്ങളൊക്കെ ചവറ്, അതൊക്കെ കൂട്ടിയിട്ട് കത്തിക്കേണ്ട സാധനങ്ങൾ, അങ്ങനെ അപമാനിക്കുക, അവഹേളിക്കുക. ഇനി മറ്റുള്ളവർ ആരെങ്കിലും അതിനെ ഖണ്ഡിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുന്ന എന്താണ് അയാൾ പറയുന്നത് എന്ന് കേട്ടതിന് ശേഷം അതിന് യുക്തിസജ്ജമായ മറുപടി പറയുന്നതിന് പകരം അയാളെ പച്ചയ്ക്ക് അങ്ങ് അവഹേളിക്കുക. അങ്ങ് നീ എടാ പോടാ വാട എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് അവഹേളിക്കുക. എന്നിട്ട് ഞാൻ മാത്രം കേമൻ, ഞാൻ മാത്രം നല്ലത് എന്ന് പറയാ. ഇതേപോലെ ഒരു പമ്പര വിട്ടിയെ, അതായത് ഇയാളാണ് ഏറ്റവും വലിയ എന്താ പറയാ വൈജ്ഞാനിക ബോധമണ്ഡലത്തിന്റെ ഉടമ എന്ന് അങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങനെ വിളിക്കാൻ പറ്റൂ. ഒരു വെട്ടി കൂസ്മാണ്ടത്തിന് സത്യത്തിൽ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഒരല്പമെങ്കിലും വിവരമുള്ള ഒരാളായിരുന്നെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് എന്താണ് എന്ന് കേൾക്കുകയും അവർ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നതിനെ കുറിച്ച് പഠിക്കുകയും അത് ന്യായമുണ്ടെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളുകയും ഇനി അന്യായമാണെന്നുണ്ടെങ്കിൽ വിട്ടുകളയും മാത്രമേ ചെയ്യുള്ളൂ. അല്ലാതെ അതിനെ തർക്കിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, അത് നീ അംഗീകരിച്ചോളണം എന്ന് പറയുന്നത് ധിക്കാരമാണ്, ധാർഷ്ട്യമാണ്, ഗുണ്ടായിസമാണ്. ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇതേക്കുറിച്ച്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായി കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും വേണം. കാര്യം ഇങ്ങനെയുള്ള ചില വിവരദോഷികൾ സംസാരിക്കുമ്പോൾ എന്നെ പോലെ ചിലർ മാത്രമേ വിവരമില്ലാത്തവരായിട്ടുള്ളൂ, അവർക്ക് ഇത് പറയാൻ പറ്റൂ. അതുകൊണ്ട് പറയുന്നതാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചോദിക്കട്ടെ. നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടേ നിന്നെ കുറിച്ച് ഇതേ ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്ത് അകത്ത് വെച്ചിട്ടേ ഉള്ളൂ, ഒടുക്കത്തെ ആയുസാണ് നിനക്ക് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇനി ആരെങ്കിലും ഫോൺ ചെയ്യാൻ നിങ്ങൾ എടുക്കുന്ന സമയത്ത് അവരുടെ ഫോൺ ഇങ്ങോട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ അവിടെ കിട്ടുമ്പോഴത്തേക്ക് അത് ഇന്നെ ഡയൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുക. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ല? ഇങ്ങനെ എത്ര സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇനി ഇത് കേവലം യാദൃച്ഛികമായിട്ടാണ് സംഭവിക്കുന്നത് എന്ന് കരുതാം. എന്നാൽ ഇത് മനഃപൂർവ്വം സംഭവിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്കറിയോ? ഇത് മനഃപൂർവ്വം നമുക്ക് സംഭവിക്കാൻ കഴിയും. കാരണം ആ വിഷയങ്ങൾ പഠിപ്പിക്കുന്നവരും പ്രാക്ടിക്കൽ നടത്തുന്നവരുമാണ്. ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാത്, ഒരു വലിയൊരു മഹാസംഭവമായിട്ടല്ല. ഇതിന്റെ ശാസ്ത്രീയത എന്ന് എന്നോട് ചോദിക്കരുത്. കാരണം ശാസ്ത്രീയത എന്ന് പറയുന്നത് അലോപ്പതിയും ആയുർവേദവും. അലോപ്പതി മരുന്നുകൾ ശാസ്ത്രീയവും ആയുർവേദ മരുന്നുകൾ അശാസ്ത്രീയവും. നൂറ്റാണ്ടുകളല്ല, സഹസ്രാബ്ദങ്ങളായിട്ട് ഒരേ മരുന്ന് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ആയുർവേദത്തില്. അതെന്തിനായാലും അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ മരുന്ന് അതിന്റെ പഥ്യമനുസരിച്ച് കൃത്യമായി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ പ്രിസർവേറ്റീവ്സ് ചേർത്തിട്ടുള്ള കലക്കവെള്ളത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ശരിയായ പച്ചമരുന്നുകൾ ഉപയോഗിച്ച് യോഗ വിധി പ്രകാരം ഉണ്ടാക്കുന്ന ഔഷധക്കൂട്ടുകൾ അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ് ഗുണം ചെയ്യുന്നത്. അസുഖം കൃത്യമായിട്ട് മാറും. എന്നാൽ ഒരു പനിക്കുള്ള മരുന്ന് കഴിഞ്ഞ ഒരു 20 വർഷം കൊണ്ട് എത്ര മാറ്റം ഉണ്ടായിട്ടുണ്ടാവും നമ്മുടെ ശാസ്ത്രീയ ഇതിൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഒരു മരുന്ന് നിരോധിച്ചത്. 30 വർഷം കൊടുത്തിട്ടുള്ള വേദനയ്ക്കുള്ള ഒരു മരുന്ന്, പാരസെറ്റമോൾ പോലെ ഒരു മരുന്ന് കൊടുത്തിട്ടുള്ളത് അല്ലേ, നിബൂസിലേഡ് നിരോധിച്ചത് നമുക്കറിയാലോ. കരൾ കേടുവരുത്തുന്നു എന്നതായിരുന്നു. അതായത് കരൾ രോഗം ഉണ്ടാക്കുന്നത്, കരൾ മാറ്റിവെക്കൽ സർജറികൾ കഴിഞ്ഞ 10-20 വർഷമായി എത്ര എണ്ണമാണ് നടന്നത്? ഈ മരുന്ന് കൊടുത്തിട്ടുണ്ടായതാണ്. അങ്ങനെ കരൾ മാറ്റ സർജറി നടന്നതിന് ശേഷം അതിന്റെ വേദന മാറാൻ കൊടുക്കുന്നത് ഇതേ നിബൂസിലേഡാണ്. അതായത് വീണ്ടും കരൾ കേടുവരുത്തുന്നത്. എന്നിട്ട് അതിനെ കരൾ കേടുവരുത്തുന്നു എന്ന് കരുതിയിട്ട് ഇപ്പൊ നിരോധിച്ചു. എത്ര കോടി രൂപ ചെലവഴിച്ചു, എത്ര ജീവിതങ്ങൾ നശിച്ചു, എത്ര പേര് ഇവിടെ മരിച്ചുപോയി, എത്ര പേര് ദുരിതത്തോടെ ജീവിക്കുന്നു, എത്ര പേര് ദുരിതം കൊണ്ടുപോയി എന്ന് ആലോചിച്ച് നോക്ക്. ശാസ്ത്രീയം. എന്നാൽ ഈ ആയുർവേദ മരുന്നുകൾ അന്നും ഇന്നും കൃത്യമായി അത് പോകുകയല്ലേ. സത്യത്തിൽ അതല്ലേ ശാസ്ത്രീയം എന്ന് പറയുന്നത്? ഒരു മാറ്റവുമില്ലാതെ കൃത്യമായി ഒരു ഫിക്സിലെത്തുക, ഒരു അന്ത്യത്തിലെത്തുക, എന്നിട്ട് അതങ്ങോട്ട് തുടർന്ന് പോകുക എന്നുള്ളത്, അതിനാണ് ശാസ്ത്രീയം. ഈ ശാസ്ത്രീയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നിന്റെ അടിസ്ഥാനത്തിലല്ല. ഇപ്പൊ എന്നെ നിങ്ങൾ അളക്കേണ്ടത് എന്റെ സ്കെയിലിലാണ്. നിങ്ങളുടെ സ്കെയിലിൽ എന്നെ അളന്നിട്ട് കാര്യമില്ല. കാര്യം എന്റെ സ്വഭാവം വേറെ, എന്റെ രീതികൾ വേറെ, എന്റെ ഭക്ഷണം വേറെ, എന്റെ താല്പര്യങ്ങൾ വേറെ, അതെല്ലാം വേറെ. നിങ്ങൾക്ക് മറ്റൊരു താല്പര്യമായിരിക്കും, മറ്റിഷ്ടങ്ങളായിരിക്കും, മറ്റു ഭക്ഷണ രീതികളായിരിക്കും. നിങ്ങളെയും എന്നെയും കൂടെ കമ്പയർ ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്? അലോപ്പതി അളക്കേണ്ടത് അലോപ്പതിന്റെ സ്കെയിലിൽ, ആയുർവേദത്തെ അളക്കേണ്ടത് ആയുർവേദത്തിന്റെ സ്കെയിലിൽ, ഇസ്ലാം മതത്തെ അളക്കേണ്ടത് ഇസ്ലാം മതത്തിന്റെ സ്കെയിലിൽ, ഹിന്ദു മതത്തെ അളക്കേണ്ടത് ഹിന്ദു മതത്തിന്റെ സ്കെയിലിൽ, മതമില്ലാത്തവന്റെ അഭിപ്രായത്തെ അളക്കേണ്ടത് ആ സ്കെയിലിൽ, മതമുള്ളവനെ അളക്കേണ്ടത് ആ സ്കെയിലിൽ. മതമില്ലാത്തവന്റെ സ്കെയിൽ എടുത്തിട്ട് വിശ്വാസമില്ലാത്തവന്റെ സ്കെയിൽ എടുത്തിട്ട് മറ്റവനെ അളന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും?
ശരിയോ തെറ്റോ എന്ന് മറ്റുള്ളവർ നോക്കേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോ ബീഫ് ഇഷ്ടമായിരിക്കും, ചിക്കൻ പൊരിച്ചത് നന്നായിട്ട് ഇഷ്ടമായിരിക്കും, ചിലപ്പോൾ ഷവർമയും തന്തൂരിയും അതുപോലെ മറ്റു പലതും എനിക്ക് താല്പര്യമായിരിക്കും. എന്നാൽ ഇതൊന്നും താല്പര്യമില്ലാത്ത പച്ചക്കറി മാത്രം കഴിക്കുന്ന അല്ലെങ്കിൽ സസ്യാഹാരം മാത്രം കഴിക്കുന്ന ആൾക്കാർ അപ്പുറത്തുണ്ടാവും. അവർക്ക് ഇതൊന്നും പറ്റില്ല, അവർക്ക് ഇത് കാണുമ്പോൾ ഓക്കാനം വരും. അതുകൊണ്ട് ഇത് മോശമെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ പച്ചക്കറി മാത്രം കഴിക്കുന്നവന് തെറ്റുകാരൻ, അവന് ശരിയല്ല, അവൻ മണ്ടനെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ ഏതാണ് ശാസ്ത്രീയമെന്ന് ഏതാണ് അശാസ്ത്രീയം എന്ന് പറയേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ പ്രോട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കും, ഇനി അതല്ല അപ്പുറത്ത് കാർബോഹൈഡ്രേറ്റ് മതി എന്നുണ്ടെങ്കിൽ അത് കഴിക്കും. അത് അവനവന്റെ താല്പര്യമാണ്. എന്താണ് വിശ്വാസം, എന്താണ് രീതി എന്നുള്ളത്. അതുകൊണ്ട് യൂസ്ഫുൾ ഓർ നോട്ട്, ഇത് യൂസ്ഫുൾ ആണ്, നമുക്കിത് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക. നിങ്ങൾക്ക് മറ്റു മതങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാണ് മനസ്സിലാകാത്തത്. ആ മതവിശ്വാസികൾ ആ മതത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ അവരത് സംതൃപ്തരാണ്, അവർക്ക് സമാധാനമുണ്ട്, എല്ലാമുണ്ട്. പിന്നെ അതിലെ പൗരോഹിത്യം ഒരുപക്ഷെ അവരെ വഴിമാറ്റുന്നുണ്ടാകാം, അവരെ വഴിപഴക്കുന്നുണ്ടാകാം. അത് ആ മതത്തിന്റെ കുറ്റമല്ല, മതഗ്രന്ഥങ്ങളുടെ കുറ്റമല്ല. ഈ വിമർശിക്കുന്ന ഈ പണ്ഡിതൻ എല്ലാ മതഗ്രന്ഥങ്ങളും വായിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഈ മതപണ്ഡിതൻ ഒരൊറ്റ എണ്ണം പോലും വായിച്ചിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു തവണയെങ്കിലും മുഴുവൻ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ അഭിപ്രായം പറയില്ല. കാരണം എല്ലാ വേദഗ്രന്ഥങ്ങളും അയാൾ മാത്രമല്ല, നമ്മളൊക്കെ കുറെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്ത് ഉള്ള നല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ലതേ ഉള്ളൂ അതിനകത്ത്. അത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള മണ്ട അത് വേണം. നേർക്ക് നേർ ചിലപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല, ഇന്നർ മീനിങ് ആയിരിക്കും ഉണ്ടായിരിക്കും. അത് കാണുമ്പോൾ മനസ്സിലാകണം. ഇപ്പൊ പാഞ്ചാലിനെ പറയില്ല 5 ഭർത്താക്കന്മാരെ നമ്മൾ പറയുന്നത്. ശരിക്കും അതാണ് 5 ഭർത്താക്കന്മാരെയാണോ അവിടെ സങ്കല്പിക്കുന്നത്? ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. നമ്മൾ പഠിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് 5 ഭർത്താക്കന്മാരാണെന്നാണ്, അല്ലെ? പഞ്ചപാണ്ഡവന്മാർ, അവർക്ക് 5 പേർക്കും കൂടി ഒരു ഭാര്യ, അങ്ങനെയാണോ പറയുന്നത്? അപ്പൊ എന്താണ് പഞ്ചപാണ്ഡവന്മാർ, എന്താണ് പാഞ്ചാലി, എന്താണ് മഹാഭാരത യുദ്ധം, എന്താണ് രാമായണം, എന്താണ് ശ്രീരാമൻ? ഇതൊക്കെ നമ്മളൊന്ന് പഠിക്കേണ്ടി വരും. അതുപോലെ എന്താണ് മുഹമ്മദ്, എന്താണ് ഖുർആൻ, എന്താണ് ബൈബിൾ, എന്താണ് ഈസ, എന്താണ് മൂസ, അതൊക്കെ ഒന്ന് പഠിക്കേണ്ടി വരും. എന്നാൽ അവരതൊന്നും പഠിക്കൂല. അവരുടെ ശാസ്ത്രീയതയുടെ അളവുകോൽ എടുത്ത് വെച്ചുകൊണ്ടുകൊണ്ട് അളക്കും. എന്നിട്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ സകല എണ്ണത്തിനെ പുച്ഛം. എന്നിട്ട് അവർ പറയുന്ന മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും, അവർ മറ്റുള്ളവരെ അവഹേളിക്കുന്നത് മാത്രം ശരി. ഞാനൊരു സാധനം അങ്ങോട്ട് തരാം. ഈ പറയുന്ന മഹാപണ്ഡിതൻ എന്റെ മുന്നിൽ വന്നിരിക്കുകയാണെങ്കിൽ മൂപ്പരെ കൊണ്ട് ഞാനത് ചെയ്യിക്കുകയും ചെയ്യാം. ഒരു ചലഞ്ചായിട്ട് തന്നെ എടുക്കാം. ഞാൻ എൻ്റെ ചില ക്ലാസ്സുകളിൽ എടുക്കുന്ന ഒരു ട്രെയിനിങ്, ഒരു 10-20 പേർ വട്ടത്തിലിരിക്കുന്നു. ഏത്? ടെലിപ്പതി പ്രാക്ടീസ് ചെയ്യിക്കുമ്പോഴാണ്. ടെലിപ്പതി ഇപ്പൊ അതൊരു അശാസ്ത്രീയമായ സംഗതിയാണല്ലോ. ഒരാളുടെ മനസ്സിൽ നിന്ന് മറ്റൊരാളുടെ മനസ്സിലേക്ക് സന്ദേശം കൊടുക്കുന്ന രീതി, ഇല്ലേ? അതായത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു തന്നു. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ, ഇട സാബു, നിന്നെ കുറിച്ച് ഇതേ ഇപ്പൊ ഞാൻ സംസാരിച്ച് വെച്ചിട്ടേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നു. അതായത് നിങ്ങൾ എന്നെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ കയറി വരുന്നു, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡയലോഗ് കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ ഒരു മെന്റൽ കണക്ഷൻ ഉണ്ട്, ഇല്ലേ? ഒരു മെന്റൽ കണക്ഷൻ ഞാനും നിങ്ങളും തമ്മിലുണ്ട്. ഞാനും നിങ്ങളും തമ്മിലുണ്ടെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരും തമ്മിലുണ്ട്, എല്ലാ മതസ്ഥരും തമ്മിലുണ്ട്. ഒരു തെളിവ് തരാം. നമ്മൾ ഈ ടെലിപ്പതി ക്ലാസ്സിൽ 10-20 പേർ വട്ടത്തിലിരിക്കും. ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം അതിന്റെ ഫൈനൽ സ്റ്റേജിലുള്ള പരീക്ഷണമാണ്. ഈ പരീക്ഷണം ഒരു ദിവ്യ അത്ഭുതമൊന്നുമല്ല. ഏതൊരു വ്യക്തിക്കും ഏതൊരു യുക്തിവാദിക്കും പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. അതിന് മതവുമായിട്ടോ ജാതിയുമായിട്ടോ മറ്റ് വേറെ ദൈവസങ്കല്പമായിട്ടോ ഒന്നും ഒരു ബന്ധവും അതിനില്ല. മനുഷ്യന്റെ മനസ്സാണോ മറ്റു മനുഷ്യരുമായി സ്വാധീനിക്കാൻ പറ്റും. അതിന് എന്ത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും വട്ടത്തിലിരിക്കുന്ന ഒരാളോട് ആരെങ്കിലും ഒരാളെ നറുക്കിട്ടെടുക്കും. ആദ്യത്തെ ഊഴം അയാളുടേതാണ്. അയാൾ നേരെ മുന്നിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുഖം മനസ്സിൽ കണ്ട ശേഷം അത് ആരാണ് എന്ന് അയാൾക്കേ അറിയൂ, പറയേണ്ട ആവശ്യമില്ല. അയാൾ നേരെ പുറംതിരിഞ്ഞിരിക്കും. അതിനുശേഷം എല്ലാവരും കണ്ണടയ്ക്കും, മുഴുവൻ ആൾക്കാർ കണ്ണടയ്ക്കുന്നു. ഈ കാണികളായിട്ടുള്ള കുറച്ചു പേരുണ്ടാവും. ഇപ്പോൾ അതിന്റെ ആ ഗുരു പഠിപ്പിക്കുന്ന ആളും ഒരുപക്ഷെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത മറ്റു ചിലരും മറുഭാഗത്തുണ്ടാകും. ഈ പുറംതിരിഞ്ഞിരിക്കുന്ന ആൾ അവിടെ നിന്നുകൊണ്ട് ആദ്യം മനസ്സിൽ സങ്കല്പിച്ച ആ മുഖത്തിലേക്ക്, ആ വ്യക്തിയിലേക്ക് ഒരു സന്ദേശം അയക്കണം. ആ സന്ദേശം കിട്ടുന്ന വ്യക്തി കൈ ഉയർത്തണം. എല്ലാവരും കണ്ണടച്ചിരിക്കുക. സ്വാഭാവികമായിട്ടും ഈ സന്ദേശം കിട്ടുന്ന ഒരു വ്യക്തി കൈ ഉയർത്തും. ആ കൈ ഉയർത്തുന്ന ആരാണ് എന്ന് കണ്ണ് തുറന്നിരിക്കുന്ന പുറമേയുള്ള മുഴുവൻ ആൾക്കാർക്ക് കാണാം. ആ കൈ ഉയർത്തി കഴിഞ്ഞാൽ കൈ താഴ്ത്തിയിടാൻ പറയുന്നു. ഇനി എല്ലാവരോടും കണ്ണു തുറക്കാൻ പറയുന്നു. ആ പുറംതിരിഞ്ഞിരുന്ന ആളോട് നേരെ തിരിഞ്ഞിരുന്നിട്ട് ആർക്കാണ് നിങ്ങൾ സന്ദേശം അയച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ കൈ ഉയർത്തിയ കിട്ടിയാളെ ചൂണ്ടിക്കാണിക്കും. ഇനി ഇതെന്തെങ്കിലും തട്ടിപ്പാണ് ഉടായ്പാണെന്ന് പറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെ പറയാനൊരു സാധ്യതയുണ്ട്. കാരണം ഈ പുതിയ ആധുനിക മാജിക് ഉണ്ടല്ലോ, എന്താണ് മെന്റലിസം. ആ മെന്റലിസത്തിൽ ചിലത് ഇയർഫോൺ ഉള്ളിൽ വെച്ചിട്ട് അതിൽ നിർദ്ദേശം കൊടുക്കും, ആരാണ് ബുക്ക് ചെയ്തതെന്നൊക്കെ. അതൊക്കെ പറയുന്നവർക്ക് എന്തും പറയാം. കാരണം ഈ 20 പേരും ഇത് ചെക്ക് ചെയ്യുന്നവരാണ്. 20 പേരെയും ഇത് പരിശീലിപ്പിച്ചതിന് ശേഷം മാത്രമേ ക്ലാസ് അവസാനിക്കൂ. അതിന്റെ പ്രാക്ടിക്കൽ സെക്ഷനാണ്. ഇതെല്ലാവരും ചെയ്യും, കൃത്യമായി പറയുകയും ചെയ്യും. അതായത് ഈ ചൂണ്ടിക്കാണിച്ച ആരാണോ
അയാൾ തന്നെയായിരിക്കും കൈപൊന്തിക്കുക. ഇത് പുറത്ത് നിൽക്കുന്നവരുണ്ടല്ലോ, വാവളന്നിങ്ങനെ നിൽക്കും, ഇതെങ്ങനെ സംഭവിക്കുന്നത് എന്ന്. അതായത് ഇതൊക്കെ മറ്റൊരു വഴിയാണ്. മനുഷ്യന്റെ മനസ്സിന്റെ, അതായത് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ മൈൻഡ്സ് എന്ന് പറയും. ആ സമുദ്ധാരണ വഴിയിലുള്ള ചില കളികളാണ്. ആ കളികളെ നിങ്ങളെ ശാസ്ത്രത്തിന്റെ അളവുകോൽ വെച്ച് അളന്നാൽ കിട്ടൂല. അത് മറ്റൊരു വഴിയാണ്. അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ വഴിയും. ഇനി ഇതേ നാണയം വെച്ച് തന്നെയാണ് നമ്മൾ സൈക്കോളജി കൈകാര്യം ചെയ്യുന്നത്. ചില മൊയ്ലിയാക്കന്മാരെടുത്തും അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലോ പൂജാരിയുടെ അടുത്തോ ഇനി അല്ലെങ്കിൽ വഴിപാട് നടത്തുമ്പോഴോ ഒക്കെ മാറുന്നതും ഇങ്ങനെ തന്നെ. ഒരു 10-80% രോഗങ്ങളും ഇത്തരത്തിൽ മാനസികമായി ഉള്ള ഒരു ചിന്തകൾ ഉണ്ടാകും. എനിക്ക് ഇന്ന രോഗമുണ്ട്, ഇന്നത് ചെയ്താൽ മാറും എന്നൊരു തോന്നലിൽ നിന്നാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മൊയ്ലിയാക്കന്മാരും നേരത്തെ പറഞ്ഞ പൂജാരിമാരും ചിലരൊക്കെ പറയുന്നത് നിങ്ങൾ ഇന്നടുത്ത് പോയി ഇന്നത് ചെയ്താൽ മതി എന്ന്. ഇതിന് മുതലെടുക്കുന്നവരില്ല എന്നല്ല പറയുന്നത്, കള്ളനാണയങ്ങൾ കണ്ടമാനമുണ്ട്. പക്ഷെ സൈക്കോളജിക്കലി ഇത് കൈകാര്യം ചെയ്യുന്ന കുറെ പേരുണ്ട്. അവർ പറയും നിങ്ങൾ ചക്കളത്തെ കാവിൽ പോയി ഇന്നത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ശബരിമല അടുത്ത തവണ മലയ്ക്ക് പോയാൽ മതി, അല്ലെങ്കിൽ പളനി പോയി മൊട്ടയടിച്ചാൽ മതി എന്നൊക്കെ പറയും. അവിടെ പോയി ചെയ്യുന്നതോടുകൂടി അതങ്ങ് മാറുകയും ചെയ്യും. അത് മാറുമെന്നുള്ളവരുടെ വിശ്വാസമാണ്. ഇതുപോലെ മാനസികമായി മറ്റുള്ളവരെ സ്വാധീനിക്കാനും മാനസികമായി അവരെ മെന്റൽ പ്രോഗ്രാം ചെയ്തുകൊണ്ട് അവരുടെ അസുഖം മാറ്റാനും അങ്ങനെ പരസ്പരം സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനും പുതിയ അറിവുകൾ സ്വായത്തമാക്കാനും ഒക്കെ നമുക്ക് കഴിയും. അതിനെയൊക്കെ ഈ പറയുന്ന ശാസ്ത്രീയതയുടെ അളവുകോൽ എടുത്തു വെക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊക്കെ മതത്തിന്റെയും വിശ്വാസത്തിന്റെയും അളവുകോൽ എടുത്തിട്ടേ പറ്റുള്ളൂ. ഇനി വേദഗ്രന്ഥങ്ങൾ, ആ വേദഗ്രന്ഥങ്ങളുടെ ഇപ്പൊ പ്രചരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗം, ഇന്ന വേദഗ്രന്ഥം ഒന്നല്ല, ഏത് വേദഗ്രന്ഥമായാലും അതിൽ ഓരോന്ന് എടുക്കണം. ഇപ്പൊ ഇസ്ലാമികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അവിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയാൻ പറയുന്ന ഒരു വാക്യം അതെടുത്ത് കാട്ടിയിട്ടാണ് ഇവിടെ തോന്നിയാസങ്ങൾ പറയുന്നത്. എന്നാൽ അതിന് മുന്നും പിന്നുമുള്ള കാര്യങ്ങളോടൊന്ന് വായിച്ചു നോക്കണം. അതുപോലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്ന ആ ഉപദേശം, മുന്നിൽ നിൽക്കുന്ന താൻ കൊല്ലേണ്ട അല്ലെങ്കിൽ തന്നാൽ വധിക്കപ്പെടേണ്ട ആൾക്കാരെ കാണുമ്പോൾ അർജുന്റെ ഒരു സന്ദേഹം ഉണ്ടല്ലോ, ആ സന്ദേഹത്തെ മറികടക്കാൻ കൊടുക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആ ഒരു നിർദ്ദേശം, ഇതൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അറിയാതെ ആ തനത് കഥകളെ എടുത്തു വെച്ചിട്ട് അത് അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്ന ഇതുപോലുള്ള വിവരദോഷികൾ, ആ വിവരദോഷികൾ അത് മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. സത്യത്തിൽ ഇവർക്ക് ഒരു ചുക്കും അറിയില്ല. ഒരു മനുഷ്യൻ എന്താണ്, ആ മനുഷ്യന്റെ മനസ്സെന്താണെന്നും അറിയില്ല. എന്നിട്ടാണ് ഇരുന്ന് തള്ളിവിടുന്നത് ഒരൊറ്റ വാചകം വേദഗ്രന്ഥങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഖുറാനിൽ നിന്ന് അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേദങ്ങളിൽ നിന്ന് എടുത്ത് പറയാവുന്നു. തന്റെ കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു മനുഷ്യനാണെന്നൊരു പരിഗണന പോലും ഇല്ലാതെ അവന്റെ തലേ കയറുന്ന നിരങ്ങി അവനെ അടിച്ചാക്ഷേപിക്കാൻ മാത്രം വിവരമുള്ള ഇവറ്റവരെയൊക്കെ പണ്ഡിത ശിരോമണി എന്ന് വിളിക്കുന്ന എന്നെയൊക്കെ ശരിക്കും കുറ്റിച്ചൂലിനെ തല്ലണം. Different angles. Don't forget to subscribe and support this channel.